ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ജോഗ്രഫിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് വീഡിയോസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. +1 ജോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഡിഫൈൻ ജിയോമോർഫോളജി, ലിസ്റ്റ് ദ ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻ ജോഗ്രഫി. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രാദേശിക സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിശാസ്ത്ര ശാഖകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ ജോഗ്രഫിയുടെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എങ്ങനെയാണ്, ഭൂമിശാസ്ത്രത്തിന്റെ സമീപനം എങ്ങനെയാണെന്നും പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റൻ ഇതാണ്: വാട്ട് ആർ ദ സബ് ബ്രാഞ്ചസ് ഓഫ് ബയോജോഗ്രഫി, അല്ലേ? അപ്പം ബയോജോഗ്രഫിയുടെ അല്ലെങ്കിൽ ജൈവ ഭൂമിശാസ്ത്രത്തിന്റെ ഉപശാഖകൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ ദ ഓറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദ എർത്ത്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഹൗ ഡു ദ ഇന്നർ പ്ലാനറ്റ്സ് ഡിഫർ ഫ്രം ദ ഔട്ടർ പ്ലാനറ്റ്. അതായത് അന്തരഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ദ 3 സ്റ്റേജസ് ഇൻ ദ എവല്യൂഷൻ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. അതായത് ഭൂമിയുടെ അന്തരീക്ഷ പരിണാമത്തിലെ ഏതെങ്കിലും 3 ഘട്ടങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ആൻഡ് എക്സ്പ്ലനേറ്ററി നോട്ട് ഓൺ ദ ബിഗ് ബാങ് തിയറി. എന്താണ് ബിഗ് ബാങ് തിയറി, എന്താണ് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നും പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ നോട്ട് ഓൺ ദ 3 ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. അതായത് ഭൂമിയുടെ ഉള്ളറയിലെ 3 വ്യത്യസ്ത പാളികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ഔട്ട് എനി 4 ഇമ്മീഡിയറ്റ് ഹസാർഡസ് എഫക്ട് ഓഫ് എർത്ത് ക്വേക്ക്. അതായത് ഭൂകമ്പം സൃഷ്ടിക്കുന്ന ഏതെങ്കിലും 4 അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നും പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ മോസ്റ്റ് എക്സ്പ്ലോസീവ് ടൈപ്പ് ഓഫ് വോൾക്കാനോസ് ഇൻ ദ വേൾഡ്, എക്സ്പ്ലെയിൻ എനി അതർ 2 ടൈപ്സ് ഓഫ് വോൾക്കാനോസ്. അതായത് ലോകത്തിലെ ഏറ്റവും സ്ഫോടനശേഷിയുള്ള അഗ്നിപർവ്വതം ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വോൾക്കാനിക് എർത്ത് ആൻഡ് എക്സ്പ്ലോഷൻ എർത്ത് ക്വേക്ക്. വോൾക്കാനിക് എർത്ത് എക്സ്പ്ലോഷൻ എർത്ത് തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? അതായത് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളും വിസ്ഫോടക ഭൂകമ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചിരിക്കുക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ, അല്ലെ? അതായത് ഫോക്കസും എപ്പിസെന്ററും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? പ്രഭവകേന്ദ്രവും അതികേന്ദ്രവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ പി ആൻഡ് എസ് എർത്ത് ക്വേക്ക് വേവ്സ്. അതായത് ഭൂകമ്പ തരംഗങ്ങളായ പി, എസ് എന്നിവയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കുക. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്: ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻ ആൻഡ് കോണ്ടിനെന്റ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ദ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. എന്താണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി, എന്താണ് ഫലകചലന സിദ്ധാന്തമെന്നും പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിംഗ്. എന്താണ് കടൽത്തറ വ്യാപനം എന്നും പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് കൂടാതെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡൈവേർജന്റ് ബൗണ്ടറീസ് ആൻഡ് കൺവേർജന്റ് ബൗണ്ടറീസ്. അതായത് വിയോജക സീമകളും സംയോജക സീമകളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് 6th ചാപ്റ്റർ ജിയോമോർഫിക് പ്രോസസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എൻഡോജനിക് ആൻഡ് എക്സോജനിക് പ്രോസസ്. എന്താണ് എൻഡോജനിക് എക്സോജനിക് പ്രോസസ് തമ്മിലുള്ള വ്യത്യാസം ഒന്നും പഠിച്ചിരിക്കണം. എന്താണ് അന്തർജന്യ പ്രക്രിയകളും ബാഹ്യജന്യ പ്രക്രിയകളും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിഫൈൻ വെതറിംഗ്, റൈറ്റ് അബൌട്ട് എനി 3 കെമിക്കൽ വെതറിംഗ് പ്രോസസ്. എന്താണ് വെതറിംഗ്, എന്താണ് അപക്ഷയം എന്നും അതുപോലെ തന്നെ ഏതെങ്കിലും 3 കെമിക്കൽ വെതറിംഗ് പ്രോസസ്, അതായത് 3 രാസിക അപക്ഷയ പ്രക്രിയകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഡയസ്ട്രോഫിസം ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് ഡയസ്ട്രോഫിക് പ്രോസസ്. എന്താണ് വിരൂപണ ചലനം എന്നും അതുപോലെ തന്നെ വിവിധതര വിരൂപണ ചലനങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്
പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ എനി ടു ഫാക്ടേഴ്സ് കൺട്രോളിംഗ് സോയിൽ ഫോർമേഷൻ. അതായത് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങളും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് 7th ചാപ്റ്റർ ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ എവല്യൂഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഗോർജസ് ആൻഡ് കാനിയോൺസ് അല്ലെ. അതായത് എന്താണ് ഗിരികന്ധരം എന്നും അതുപോലെ ബൃഹത് ഗിരികന്ധരം എന്താണെന്ന് അവയുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പെഡിമെന്റ്സ് ആൻഡ് പെഡിപ്ലെയിൻസ് അല്ലെ, പെഡിമെന്റുകളും പെഡിപ്ലെയിനുകളും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ് എ വി ഷേപ്ഡ് വാലി ഡിഫർ ഫ്രം എ യു ഷേപ്ഡ് വാലി. അതായത് ഈ രൂപത്തിലുള്ള താഴ്വരകൾ യു രൂപത്തിലുള്ള താഴ്വരകളിൽ നിന്നും എങ്ങനെയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുമെന്നും നോക്കി വെച്ചിരിക്കുക, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 8th ചാപ്റ്റർ ആണ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ലേയേർഡ് സ്ട്രക്ചർ ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ അല്ലെ. എന്താണ് അന്തരീക്ഷത്തിലെ ഉള്ളടക്കമെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ പാളികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെ. അതായത് ഹരിതഗ്രഹ പ്രഭാവം എന്താണെന്ന് പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് 9th ചാപ്റ്റർ ആണ്. 9th ചാപ്റ്റർ സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻസുലേഷൻ? വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസസ് വേരിയേഷൻ ഇൻ ഇൻസുലേഷൻ അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പൊ എന്താണ് ഇൻസുലേഷൻ എന്നും അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ സൂര്യതാപനത്തിന്റെ വ്യത്യാസങ്ങൾക്ക് കാരണമാവുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് വിച്ച് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ സിസ്റ്റം മെയിൻറ്റെയിൻ ഹീറ്റ് ബാലൻസ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷ വ്യവസ്ഥയിൽ താപസന്തുലനം നിലനിർത്തുന്ന പ്രക്രിയ എന്തെല്ലാമാണെന്ന് വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഫിലിയൻ ആൻഡ് പെരിഹിലിയൻ. അതായത് സൂര്യചവവും സൂര്യസമീപവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ ഇൻവേർഷൻ ഓഫ് ടെമ്പറേച്ചർ, എന്താണ് താപവിപര്യം കൊണ്ട് അർത്ഥമാക്കുന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 10th ചാപ്റ്റർ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഡിഫൈൻ എയർമാസ് ആൻഡ് ഫ്രണ്ട്. എന്താണ് വായു സഞ്ചയം എന്നും അതുപോലെ തന്നെ എന്താണ് വാതമുഖം എന്നും പഠിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഫ്രണ്ട്സ്, വിവിധ തരത്തിലുള്ള വാതമുഖങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഹൗ ഈസ് ഇറ്റ് എക്സ്പ്രസ്ഡ്, വാട്ട് ഈസ് ദ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദ സീ ലെവൽ. അതായത് അന്തരീക്ഷമർദ്ദം എന്നാൽ എന്താണെന്നും അതുപോലെ തന്നെ അന്തരീക്ഷമർദ്ദം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷമർദ്ദം എത്രയാണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടെന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബേസിക് റിക്വയർമെന്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ട്രോപ്പിക്കൽ സൈക്ലോൺ. അതായത് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് ആവശ്യമായ പ്രധാന സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ് 11th ചാപ്റ്റർ വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, റെയിൻ ഷാഡോ റീജിയൻസ് ആർ അസോസിയേറ്റ് വിത്ത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റെയിൻ. ഐഡന്റിഫൈ ദ ടൈപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ഇല്ലുസ്ട്രേഷൻ. നെയിം ദ അതർ ടൈപ്സ് ഓഫ് റെയിൻ. മെൻഷൻ ദ അതർ ഫോംസ് ഓഫ് പെർസിപ്പിറ്റേഷൻ. അതായത് മഴനിഴൽ പ്രദേശങ്ങൾ ഒരു പ്രത്യേകതരം മഴയുമായി ബന്ധമുള്ളതാണ്. ഏതു തരം മഴയാണെന്ന് തിരിച്ചറിഞ്ഞ് ചിത്രത്തിന്റെ സഹായത്തോടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയുടെ മറ്റു രൂപങ്ങൾ എന്തെല്ലാമാണെന്നും വർഷണത്തിന്റെ മറ്റു രൂപങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെ. അപ്പൊ എന്താണ് കേവല ആർദ്രതയെന്നും ആപേക്ഷിക ആർദ്രത എന്തെല്ലാമാണെന്നും അവയുടെ വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. കൂടാതെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. ഇവാപറേഷനും കണ്ടൻസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്, ബാഷ്പീകരണവും ഘനീകരണവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആൻഡ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ പ്രോസസ് ഓഫ് കണ്ടൻസേഷൻ. ആണ് കനീകരണം എന്നും കനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കനീകരണ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 12th ചാപ്റ്റർ വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ക്ലൈമറ്റ് ഹാസ് വിറ്റ്നസ്ഡ് ചേഞ്ച് ഇൻ ദ പാസ്റ്റ് അറ്റ് ദ ഗ്ലോബൽ ആസ് വെൽ ആസ് ദ ലോക്കൽ ലെവൽസ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്, സജസ്റ്റ് ദ മെത്തേഡ് ടു അറസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്. അതായത് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും കാലാവസ്ഥയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്താവന വിശകലനം ചെയ്യുക. അതുപോലെ തന്നെ ആഗോളതാപം ചെറുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും നിർദ്ദേശിക്കുക. അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ഓസോൺ ഹോൾ, ഹൗ ഇസ് ഇറ്റ് ഫോംഡ് അല്ലെ. അപ്പൊ എന്താണ് ഓസോൺ സുഷിരമെന്നും അത് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 13th ചാപ്റ്റർ വാട്ടർ ഓഷ്യൻസ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഷ്യൻ സലൈനിറ്റി,
ആൻഡ് ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഷ്യൻ ടെമ്പറേച്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് സമുദ്ര ലവണത്വത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ സമുദ്രജല ഊഷ്മാവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ? എന്താണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ? എന്താണ് ജലചക്രം എന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹൗ ഡു സീ മൗണ്ട്സ് ഡിഫർ ഫ്രം ഗയോട്ട്സ്? അപ്പം എങ്ങനെയാണ് കടൽക്കുന്നുകൾ ഗയോട്ടുകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്നും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 14th ചാപ്റ്റർ മൂവ്മെന്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഓഷ്യൻ കറന്റ്സ്? ഐഡന്റിഫൈ എനി 2 പ്രൈമറി ഫോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഓഷ്യൻ കറന്റ്സ്. അപ്പൊ എന്താണ് സമുദ്രജല പ്രവാഹം എന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 പ്രാഥമിക ബലങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചു വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടൈപ്പ് ഓഫ് ടൈഡ്സ് ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി. അതായത് ആവർത്തനതയെ അടിസ്ഥാനമാക്കി വിവിധ തരം വേലികൾ, വിവിധ തരത്തിലുള്ള ടൈഡ്സുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ അബൌട്ട് കോൾഡ് കറന്റ്സ് ആൻഡ് വാം കറന്റ്. അതായത് ശീതജല പ്രവാഹം എന്താണെന്നും അതുപോലെ തന്നെ ഉഷ്ണജല പ്രവാഹം എന്താണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 16th ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, സജസ്റ്റ് സം മെഷേഴ്സ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്. അതായത് വന്യജീവി സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും നിർദ്ദേശിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ നിങ്ങൾ നോക്കി വെച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? എന്താണ് ജൈവ വൈവിധ്യം എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങളും നിർദ്ദേശിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ജോഗ്രഫിയുടെ പാർട്ട് ബി ആണ് ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ്. ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യ ലൊക്കേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, വിച്ച് ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് കൺസിഡർഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്ന രേഖാംശ രേഖ ഏതാണെന്നും അതുപോലെ തന്നെ മാനക രേഖാംശ രേഖയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രാഫി. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ദ പെനിൻസുലാർ ബ്ലോക്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പെനിൻസുലാർ ബ്ലോക്കിനെ പറ്റി പഠിച്ചിരിക്കണം. അതായത് ഇന്ത്യയുടെ ഉപദ്വീപ ഖണ്ഡം എന്താണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. അതായത് ഉത്തരേന്ത്യ സമതലത്തെ പറ്റിയും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ നോർത്തേൺ മോസ്റ്റ് ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ വിത്ത് ഇറ്റ് സബ് ഡിവിഷൻ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റിയും അതിന്റെ ഉപവിഭാഗങ്ങളെ പറ്റിയും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ കമ്പാരിസൺ ഓഫ് ദ ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ദ അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. അതായത് അറേബ്യൻ ദ്വീപ് സമൂഹത്തെയും അതുപോലെ തന്നെ ബംഗാൾ ദ്വീപ് സമൂഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് കമ്പാരിസൺ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ഈസ്റ്റേൺ ഗാട്സ്. അതായത് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിലുള്ള താരതമ്യം എന്തെല്ലാമാണെന്നും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ഇൻ ഇന്ത്യ ഈസ് ഡിഫറെന്റ് ഫ്രം ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ഇൻ മെനി ഓഫ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ത്രൂ എനി 3 ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്. അതായത് പല സവിശേഷതകൾ കൊണ്ടും ഇന്ത്യയുടെ പശ്ചിമതീര സമതലം പൂർവ്വതീര സമതലത്തിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഏതെങ്കിലും 3 വ്യത്യസ്ത സവിശേഷതകളിലൂടെ ഈ പ്രസ്താവനയെ സാധൂകരിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ് 3rd ചാപ്റ്റർ ആണ് ഡ്രെയിനേജ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ നദികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇൻഡസ് ഡ്രെയിനേജ് സിസ്റ്റം, ഒറിജിൻ, ലെന്ത്, ട്രിബ്യൂട്ടറീസ്. അതായത് സിന്ധു നദിയുടെ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റി പഠിച്ചിരിക്കണം. അവയുടെ ഒറിജിൻ ഉത്ഭവം, അതുപോലെ തന്നെ ലെന്ത് ദൈർഘ്യം, അതുപോലെ തന്നെ ട്രിബ്യൂട്ടറീസ് അതായത് പോഷക നദികളെ പറ്റിയെല്ലാം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കാവേരി ആൻഡ് ഗോദാവരി. കാവേരിയെ പറ്റിയും ഗോദാവരിയെ പറ്റിയും ഒന്ന് നോക്കി വെച്ചിരിക്കുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്കിൽ 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് 4th ചാപ്റ്റർ ആണ് ക്ലൈമറ്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറ് മൺസൂണുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, നെയിം ദ 2 ബ്രാഞ്ചസ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതായത് തെക്കു പടിഞ്ഞാറ് മൺസൂണിന്റെ 2 ശാഖകൾ ഏതെല്ലാമാണ്? തമിഴ്നാട് കോസ്റ്റ് റിമെയിൻസ് ഡ്രൈ ഡ്യൂറിംഗ് ദി സീസൺ. അതായത് ഈ ഒരു കാലയളവിൽ തമിഴ്നാട് തീരം വരണ്ടതായിരിക്കാനുള്ള കാരണം എന്തെല്ലാമാണ്? മെൻഷൻ എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൺസൂൺ റെയിൻഫോൾ. മൺസൂൺ മഴയുടെ ഏതെങ്കിലും 4 സവിശേഷതകളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, വിന്റർ റെയിൻഫോൾ ഒക്കേഴ്സ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. എക്സ്പ്ലെയിൻ ദ കോസ്. ഹൗ ഡസ് ദിസ് ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ സെക്ടർ. അതായത്
ശൈത്യകാലത്ത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴയുണ്ടാകുന്നു. അതിന്റെ കാരണങ്ങൾ വിശദമാക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഇത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നും നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 5th ചാപ്റ്റർ നാച്ചുറൽ വെജിറ്റേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: അനലൈസ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ഡിക്ലൈനിങ് വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വന്യജീവികളുടെ ശോഷണത്തിലുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുകൂടാതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th ചാപ്റ്റർ ആണ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്: റൈറ്റ് ദ സോഷ്യോ എൻവയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് എർത്ത് ആൻഡ് വാട്ട് മെഷേഴ്സ് വിൽ യു സജസ്റ്റ് ഫോർ മിറ്റിഗേറ്റിംഗ് ആൻ എർത്ത് ഹസാർഡ്. അതായത് ഭൂകമ്പത്തിന്റെ സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഭൂകമ്പത്തിന്റെ ദുരന്ത ഫലങ്ങൾ ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: സജസ്റ്റ് ദ മിറ്റിഗേഷൻ മെഷേഴ്സ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്. അതായത് ഉരുൾപൊട്ടലിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും എഴുതുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 ജിയോഗ്രഫിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ.